തിരൂരങ്ങാടി OUP സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സും പരപ്പനങ്ങാടി ലോക്കൽ അസോസിയേഷനും സംയുക്തമായി നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽദാനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. പരസ്പരം സ്നേഹിക്കാനും സഹായിക്കാനും കഴിയുന്ന മനസ്സുള്ളവരുടെ ഒരു കൂട്ടമാണ് ഈ മലയാളികൾ. കേരളം എന്നുള്ളതിൽ നിന്ന് നമ്മൾ ഓരോ കാര്യത്തിലും ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എല്ലാം മനസ്സിനേറെ ദുഃഖിപ്പിക്കുന്ന ഒരു ദുരന്തം ആണ് ഇവിടെ നടന്നത്. ഈ ദുരന്തമുഖത്ത് സംഭവം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം രാത്രി 1:30 മണിക്ക് നടന്നു. 8 മണിയുടെ ഞങ്ങളൊക്കെ തന്നെ ആ പ്രദേശത്ത് മുഴുവൻ നിലമ്പൂരിലും വയനാട്ടിലുമാണ്. ഏറ്റവും സങ്കടകരമായുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അവിടെ ഈ ദുരന്തമുഖത്തുള്ള നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ ആയിരക്കണക്കിന് ആളുകളാണ് മലയാളികൾ അവിടെ ഒത്തുകൂടി. സ്കൗട്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയങ്ങൾ തന്നെ പരസ്പരം സഹായിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് ഒരു സ്കൗട്ടിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥി എന്നുള്ളത് അവരെ ജീവിതത്തിൽ തന്നെ അവരുടെ ജീവിത ശൈലിയിൽ വലിയ മാറ്റങ്ങളുണ്ട്. ഓരോ പ്രവർത്തന മണ്ഡലങ്ങളിൽ വലിയ മാറ്റം സ്കൗട്ടിലൂടെ ഉണ്ടാവും. അത് സഹജീവികൾ തിരിച്ചറിയാനുള്ള കഴിവ് ചെറിയ പ്രായത്തിൽ തന്നെ സ്കൗട്ടിലൂടെ അവർക്ക് ലഭ്യമാവുകയാണ്. അതിപ്പോൾ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് അതിൽ കാണാൻ കഴിയും. ഈ ഒരു പ്രവർത്തനം ഇന്നത്തെ ഈ ഭവനം നിർമ്മിച്ച് നൽകുക, സ്നേഹഭവനം നൽകുക എന്നുള്ളത് സ്കൗട്ടിനെ സംബന്ധിച്ചുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയായി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി NK പ്രഭാകരൻ മുഖ്യപ്രഭാഷണം നടത്തി. തിരൂരങ്ങാടി സ്കൂൾ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ സ്നേഹഭവനമാണിത്. 11.5 ലക്ഷം രൂപയാണ് വീട് നിർമ്മാണത്തിന് ചിലവ് വന്നത്. ചടങ്ങിൽ LSS USS വിദ്യാർത്ഥികൾക്കുള്ള PTA കമ്മിറ്റിയുടെ ഉപഹാരം വിദ്യാർത്ഥികൾക്ക് മന്ത്രി നൽകി. സ്കൂളിൽ നിന്ന് വയനാട് പുനരധിവാസ ഫണ്ടിലേക്ക് പിരിച്ചെടുത്ത തുക മന്ത്രിക്ക് കൈമാറി. CH മഹ്മൂദ് ആജി, അരീമ്പ്ര മുഹമ്മദ് മാസ്റ്റർ, EK അഹമ്മദ് കുട്ടി, CP ഹബീബ, MP അനിത, സക്കീന മലയിൽ, രാജ് മോഹനൻ, ജിജി ചന്ദ്രൻ, K അൻവർ, കാരാടൻ റഷീദ്, ഫരീദ B എന്നിവർ പ്രസംഗിച്ചു. പ്രധാനാധ്യാപകൻ P അഷ്റഫ് സ്വാഗതവും LA സെക്രട്ടറി TK ഷാജി നന്ദിയും പറഞ്ഞു. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഷൻ 2021-26 പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം സ്നേഹഭവനം എന്ന പദ്ധതി ആരംഭിക്കുകയും 91 സ്നേഹഭവനങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കൾക്ക് കൈമാറുകയുണ്ടായി. തിരുവിരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിൽ താനൂർ, പരപ്പനങ്ങാടി, വേങ്ങര സബ് ജില്ലകളിലായിട്ട് 2 സ്നേഹഭവനങ്ങൾ നേരത്തെ കൈമാറുകയും ഇന്ന് മൂന്നാമത്തെ സ്നേഹഭവനമാണ് കൈമാറിയത്. പരപ്പനങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ 2ാമത്തെ സ്നേഹഭവനങ്ങളാണ് ഇത്. വേങ്ങര സ്നേഹഭവനം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. താനൂർ സബ് ജില്ലയിലെ 2ാമത്തെ സ്നേഹഭവനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു സബ് ജില്ലയിൽ മിനിമം 2 സ്നേഹഭവനങ്ങൾ എന്ന ലക്ഷ്യമാണ് നമ്മുടെ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ല ഭാരത്. MTN ന്യൂസ് തിരൂരങ്ങാടി. അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.